അത് വിശദീകരിച്ച് കൃത്യമായി മറുപടി കിട്ടി. കാസിമി വിറ്റിട്ടില്ല, സംഭാവനക്ക് കാസിമി കൊടുത്തു, ഒരു നിശ്ചയ സംഭാവന പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുപോയി. ഇതിനൊക്കെ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം സ്വന്തം കയ്യിലുള്ളതിന്റെ അപാകതകളെക്കുറിച്ച് പഠിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അതിനിടയിൽ ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെ മുടിയും വെള്ളവും ഇതൊന്നും വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ നമ്മളിൽ പൈസയില്ല, അതുകൊണ്ട് ഈ പരിപാടിക്ക് നല്ല ചെലവുണ്ടാവും. ബക്കറ്റ് കൊണ്ടുവരാൻ തൽക്കാലം ബക്കറ്റ് പോലും കിട്ടാത്ത സാധുക്കളാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, പ്ലാസ്റ്റിക്കിന്റെ കവറായിട്ട് വരിക. അതിലേക്ക് പരമാവധി സംഭാവന എല്ലാവരും കൊടുക്കണം. ഇടയിൽ KL56 ഈ 1409 എറ്റിയോസ് വൈറ്റ് വണ്ടി അവിടെ നിന്ന് മാറ്റി കൊടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. KL56 ഈ 1409 എറ്റിയോസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ ചോദ്യകർത്താവ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സ്വാലിഹ്, ഈ പരിസരവാസിയാണ്. എൻ്റെ ചോദ്യം, മർക്കസിലെ മുടിക്ക് നിഴൽ ഇല്ല എന്ന് നിലയ്ക്കത്ത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സംഘടനാ തലത്തിൽ മർക്കസുമായി ബന്ധപ്പെട്ടുകൂടായിരുന്നോ? ബന്ധപ്പെടാൻ തൽക്കാലം ഈ സ്റ്റേജിൽ നിന്ന് ബന്ധമുണ്ടായിരുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങളവിടെ ബന്ധനത്തിലുമായിരുന്നു, ബന്ധത്തിലുമായിരുന്നു. ആ ബന്ധനവും വിട്ടു, ബന്ധപ്പെടലും വിട്ടു. അക്കാലത്ത് തന്നെ ബോധ്യപ്പെട്ടത് ഇവിടെ പറയപ്പെട്ടു. ഇനി അവിടെ നിങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ്, അഥവാ നേരത്തെ അദ്ദേഹം പറഞ്ഞ സഖാഫിയുടെ ഉസ്താദാണ്, എന്റെയും ഉസ്താദാണ്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് നിഴലുണ്ട് നിഴലില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഉസ്താദിന്റെ പറച്ചിലേട്ടാ തിരിയും. നിങ്ങളത് പറഞ്ഞോളിയെന്ന് പറഞ്ഞു. ഉസ്താദ് അവിടുന്ന് സ്കിപ്പ് ചെയ്യാണ്. ഉസ്താദ് രക്ഷപ്പെട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ നിഴലിൽ ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞോളി എന്ന് സമ്മതം കൊടുത്തതിനെ കുറിച്ച് എന്റെ പഴയകാല സുഹൃത്ത് നൌഷാദ് അസ്സലി, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനും അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവും കമ്പ്യൂട്ടർ സഖാഫി എന്നുള്ള പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്ന ഏതെങ്കിലും മുസ്ലിം സഖാഫിയോട് ഒരു സംഭാഷണം നടത്തി. അദ്ദേഹം ആ സംഭാഷണത്തിൽ റഷീദ് സഖാഫി പറയുന്ന മറുപടി നമുക്കിവിടെ കേൾക്കാം. വ്യക്തമായി ഇവരുടെ കയ്യിലാകെ നിഴലില്ല എന്ന് പറഞ്ഞ ഒരു തെളിവ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. പക്ഷെ ആ തെളിവിനെ ഇന്നും മുടിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രതിപക്ഷമായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പക്ഷത്ത് നിൽക്കുന്ന, ഏറ്റവും അവരുടെ ഗണ്ണനങ്ങൾക്ക് പോകുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ശിഷ്യനും കൂടിയായ ഏലംകുളം റഷീദ് സഖാഫിയുടെ സംഭാഷണം നമുക്ക് കേൾക്കാം. ഇത് കേരളം ഇതുവരെ കേട്ടിട്ടില്ല, ആദ്യമായി കേൾക്കുക. എന്നോട് എതിരാ പറഞ്ഞു അല്ല, അത് പരിശോധിച്ചു നേരെല്ലാം പ്രസംഗത്തിന്റെ പ്രശ്നം ഒന്നുകൂടി ഫസ്റ്റ് മുതലിട്ട് സൗണ്ട് കുറച്ചിട്ട്. എന്നോട് എതിരാ പറഞ്ഞു അല്ല, അത് പരിശോധിച്ചു നേരെല്ലാം പ്രസംഗത്തിന്റെ പ്രശ്നം നമ്മൾ ഉൾപ്പെട്ടാണ്. നേരെ ഉസ്താദിന് ഏത് വിഷയം അങ്ങനെയാണ് വിവാദത്തിന് വേണ്ടിട്ട് എന്താവും വിവാദത്തിന് വേണ്ടി ഉസ്താദ് നുണ പറയും. വിവാദത്തിന് രക്ഷപ്പെടാൻ ഉസ്താദ് നുണ പറഞ്ഞതാണെന്ന് ശിഷ്യൻ സമ്മതിക്കുക. ഇപ്പൊ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിന്റെ അപര്യാപ്തത കൊണ്ട് കേൾക്കാൻ ക്ലിയർ കുറഞ്ഞാലും ഇൻഷാ അല്ലാഹ് CD വരുമ്പോ അതിൽ കൃത്യമായി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അവസാനം പറഞ്ഞെന്താ, വാദത്തിന് വേണ്ടിയും വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഉസ്താദ് അങ്ങനെ നുണ പറയാറുണ്ട് എന്നുള്ളത് ശിഷ്യൻ പറയാണ്, മകളെ ഭർത്താവായ ശിഷ്യൻ പറയാണ്. അപ്പോ ഈ നിലയിൽ വളരെ കൃത്യമായ ആധികാരികമെന്ന് പറഞ്ഞ രേഖയെ റഷീദ് സഖാഫി ഏലംകുളം തച്ചുടച്ചിരിക്കുന്നു. ഇനി എന്താ വേണ്ടതെന്നുള്ള കാന്തപുര ഉസ്താദിന്റെ ശിഷ്യന്മാര് തീരുമാനിക്കുക. അടുത്ത ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അജ്മൽ. എൻ്റെ സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ല എന്ന വിഷയത്തിൽ ഇമാമിങ്ങളുടെ നിലപാടെന്താണ്? ഒരു ചോദ്യം കൂടിയുണ്ട്. പേരോട് ഉസ്താദ് ഇടക്ക് നിഴലുണ്ടാവുമെന്ന് വാദിച്ചത് വ്യക്തമായ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ലേ? പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത്?
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഇമാമിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. അതിനെപ്പറ്റി ചർച്ച ചെയ്ത മുഴുവൻ ഇമാമിങ്ങളും ഒരു നിലക്കും ഒരു രൂപത്തിലും നിഴൽ തീരെയില്ല എന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല അതിന് കാരണം പറഞ്ഞത് അന്നഹു നൂറുൻ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ് എന്നതാണ്. പക്ഷെ ഇവിടെ ചോദിച്ചത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു ഹദീസിന്റെ വെളിച്ചത്തിലല്ലേ അത് പറഞ്ഞതെന്നാണ്. അത് തന്നെ അദ്ദേഹം ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്ത് സുന്നി എന്ന് പ്രസംഗിച്ചു. എന്നിട്ടും അതിന്റെ ഒന്നാമത്തെ പാഠം, സുന്നത്ത് ജമാഅത്തിന്റെ ഒന്നാമത്തെ പാഠം അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നാണ് അതിന്റെ അർത്ഥം. ചുരുങ്ങിയ രൂപത്തിൽ ഞാനത് പറയുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഒന്നാം പാഠം 1, ഇമാമിങ്ങളല്ലാത്തവർ ഹദീസോ ഖുർആനോ കണ്ടിട്ട് അതിൽ നിന്ന് ഇന്നത് കിട്ടി എന്ന് പറയാൻ പാടില്ല. അതിലേക്ക് ഇഖ്തിദാം ചെയ്യൽ, അതിലേക്ക് കാലെടുത്ത് വെക്കാൻ തന്നെ പാടില്ല. അങ്ങനെ കാലെടുത്ത് വെക്കുന്നവൻ സൂഉൽ ഖാത്തിമത്ത്, അവസാനം ചീത്തയായി ഈമാൻ പോയി മരിച്ചു പോകാൻ കാരണമാകുമെന്നുവരെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ അൽ ഹാദിൽ ഫതാവയിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, അവസാനം ചീത്തയായി ഈമാനില്ലാതെ മരിച്ചുപോകാൻ ഏറ്റവും വലിയ കാരണമാകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട അതിലേക്ക് ഹൗല് ചെയ്ത് അതിലേക്ക് ആണ്ടുപൂണ്ടിറങ്ങി വിവരമില്ലാത്തവർ ചർച്ച ചെയ്യലാണ്. ഇവിടെ ഞാൻ 1-2 കാര്യങ്ങൾ അതൊരു വലിയ വിഷയമുണ്ട് പറയുകയാണ്. ഇത് ബുർദയുടെ അർത്ഥവും വ്യാഖ്യാനവും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ശിഷ്യൻ പുളിയക്കോട് അബ്ദുൽ മജീദ് സഖാഫി രചിച്ചതാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിഴലുണ്ട് എന്ന് വാദിക്കാൻ വേണ്ടി ഹദീസിലൊരു ലില്ല് എന്നുള്ള വാചകം കണ്ടപ്പോ ഒറ്റയടിക്ക് ചാടി വീണതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹം കാണിച്ച ഒരു മര്യാദയെങ്കിലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കാണിക്കേണ്ടതായിരുന്നു. ബുർദയിൽ നിങ്ങൾ കേൾക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമേനയോട് ചേർന്ന മണ്ണിന് തുല്യമായ ഒരു സുഗന്ധവുമില്ല. ആ മണ്ണ് മണക്കാനും ചിന്തിക്കാനും കഴിഞ്ഞവർക്കാണ് മുഴുവൻ സന്തോഷവും എന്നാണ് ആ വരിയുടെ അർത്ഥം. എന്നിട്ട് പറയാണ് ഇമാം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വഫാത്തിന് മുമ്പുള്ള വിശേഷണങ്ങൾ ഏറെ വർണ്ണിച്ചതിന് പിറകെ വഫാത്തിന് ശേഷമുള്ള വിശേഷണങ്ങളും വർദ്ധിക്കുകയാണ്. ഇവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താ? തുർബൻ ലമ്മ ഔലുമഹു. ഔലുമഹു എന്നാൽ എല്ലുകൾ എന്നാണ് അർത്ഥമെങ്കിലും ബുർദന്റെ അർത്ഥം പേരോട് വെച്ചവിടെ വെക്കുകയാണെങ്കിൽ എന്ത് വെക്കണം? ഒരു വാചകം കണ്ട് കണ്ണു മൂക്കില്ലാതെ അർത്ഥം വെക്കുകയാണെങ്കിൽ ഇതിന് നേരെ അർത്ഥം എല്ലുകൾ എന്നാണെങ്കിലും തിരുനബിയുടെ ശരീരം മുഴുവനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും വാചകം കണ്ട് കണ്ണും മൂക്കുമില്ലാതെ അർത്ഥം വെക്കാൻ പാടില്ല. അപ്പൊ പേരോട് ചെയ്തത് ഈ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്തപ്പോ അദ്ദേഹത്തിന് ഈ വിഷയവുമായിട്ട് യാതൊരു വിവരവുമില്ല. അതിന് സത്യത്തിൽ യഥാർത്ഥത്തിൽ വേണ്ട അടിസ്ഥാനമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ ഒറ്റ ഹദീസ് പറയാം. ഇമാമിങ്ങളൊക്കെ ഉദ്ധരിച്ച് സ്വഹിയായ ഹദീസാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ ഈ മിസ്രിൽ നിന്ന് പോകുമ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അഥവാ എത്രയോ കാലം മുമ്പ് വഫാത്തായ പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം. അവിടുത്തെ ശരീരവും കൊണ്ടാണ് പോകുന്നത്. അതിൽ ഹദീസിൽ വന്ന വാചകം വൈതാനം കൊണ്ടുപോയി എന്നാണ്. വൈതാനം എന്ന് വെച്ചാൽ നേരെ അർത്ഥം വെക്കുകയാണെങ്കിൽ പേരോട് അർത്ഥം വെച്ച പോലെ ജന്മിയാണെങ്കിൽ അതിന് അർത്ഥം എന്താ കിട്ടുമെന്നറിയോ? എല്ലും കൂടും കൊണ്ടാ പോയത്. എന്നിട്ട് അതിനെ അൽബാനി എന്ന് പറയുന്ന വഹാബികളുടെ ആധികാരിക ശബ്ദം അൽബാനി, അദ്ദേഹം ഈ ഹദീസ് പറയുന്നിടത്ത് പറയാണ്, ഞാൻ ഈ ഹദീസ് കണ്ടപ്പോൾ നമ്പരുന്നു. കാരണം ഹബീബ് തങ്ങൾക്ക് തങ്ങളുടെ ശരീരം അല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെ ശരീരം ജീർണിക്കുക ഇല്ലെന്ന് ഹദീസിലുണ്ട്, സ്വഹിയായ ഹദീസിലുണ്ട്. അതൊരു നിയമമായിട്ട് സ്ഥിരപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയാം.
അതിനെതിരാണോ ഈ ഹദീസ് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഅ്ലമഹു എന്ന വാചകം അല്ല ഇളാമു എന്നത് ശരീരത്തിന് ഉപയോഗിക്കാറുണ്ട്, ജസദ ശരീരത്തിന് മൊത്തം ശരീരത്തിന് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു. അപ്പൊ പേരോടെന്താ ചെയ്തത്? ഹബീബ് തങ്ങൾക്ക് നിഴലില്ല എന്ന് ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചു എന്നതിന് പുറമെ ഹബീബ് തങ്ങൾക്ക് ഒരിക്കലും നിഴലില്ല എന്നത് 100% ശരിയായ ഹദീസിലുള്ളതാണ്. അവിടെ ഈ ഒരു ഭാഷയിൽ തീരെ 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 ഇല്ല എന്ന് പറയാനുള്ള എല്ലാവിധ തൗക്കീദോടും എല്ലാവിധ ഉറപ്പോടും കൂടി ആണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് വന്നത്. അപ്പൊ ഇതിനെതിരായിട്ട് മൂപ്പർക്ക് ഇപ്പൊ എന്താണ്, ഈ മുടിക്ക് നിഴലുണ്ട്, അപ്പൊ നിഴല് ഇല്ല എന്ന് നെല്ലിക്കുത്ത് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതിന് നിഴലുണ്ട്. അപ്പോൾ പിന്നീട് ആരെങ്കിലും പരിശോധിക്കുമ്പോ നിഴല് കണ്ടാലോ എന്ന് കരുതിയിട്ട് മൂപ്പര് ലോകത്താദ്യമായിട്ടൊരു വാദം പറഞ്ഞതാണ് ഹദീസുകൾ കൂട്ടുപിടിച്ച് സുന്നത്തുജമാഅത്തിന്റെ ഈ കടക്കൽ കത്തിവെച്ച് ഇമാം സുന്നത്ത് റളിയല്ലാഹു പോലുള്ള പണ്ഡിതന്മാര് അവസാനം ചീത്തയായി മരിച്ചു പോകുമെന്ന് പറഞ്ഞ ആ പ്രവൃത്തി അദ്ദേഹം ചെയ്യാൻ കാരണം ഇതിനെ ന്യായീകരിക്കാനാണ്. മൂപ്പരെന്ത് ചെയ്തു? നിഴൽ ഇടക്കുണ്ടാകും ഇടക്കുണ്ടാവില്ല. ഈ വാദത്തിന്റെ പേരാണ് മേഡിൻ കുറ്റ്യാടി വാദം. ദുനിയാവിന് പേരോട് അദ്ദേഹം സഖാഫി അത് പറയുന്നത് വരെ ഒരൊറ്റ സുന്നി പണ്ഡിതൻ പറഞ്ഞിട്ടില്ല, ഒരൊറ്റ സലഫി പണ്ഡിതൻ പറഞ്ഞിട്ടില്ല. സുന്നി പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞു നിഴലില്ലേ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. സലഫി പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു നിഴലുണ്ട്. പേരോട് പറഞ്ഞതോ ചിലപ്പോൾ മേലുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളത് ആ മേഡിൻ കുറ്റ്യാടി വാദം അദ്ദേഹം അവതരിപ്പിച്ചത്. ഇത് ഇനി ഒരാൾ പരിശോധിച്ച് നേല് കണ്ടാൽ പേരോടെന്ന് പറയാലോ, ഞാൻ പറഞ്ഞില്ല ഇടക്കുണ്ടാവും. അപ്പൊ ഇവർ ചോദിച്ചു നേല്, അപ്പൊ ചോദിക്കല്ലോ ഈ നമ്മള് നെല്ലിക്കുത്ത് പറഞ്ഞതോ, അപ്പൊ നെല്ലിക്കുത്ത് നോക്കിയ ആ സമയത്ത് കണ്ടിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഹബീബിനോട് കളിച്ചത് കൊണ്ട് ആ ഒരൊറ്റ കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇന്ന് ഒരൊറ്റ കുട്ടിയുടെ സുന്നി കുട്ടികളെ അവിടുന്ന് വന്ന ഞങ്ങളെ മുന്നിൽ നിൽക്കാൻ ധൈര്യമില്ലാതെ ഒളിച്ചോടുന്നത്. അതുകൊണ്ട് വിശദീകരിച്ച് പറയേണ്ട ആ ഇഖ്താമ് തന്നെ, ആ പറഞ്ഞത് തന്നെ എല്ലാവരും കുറെ ഹക്കീക്കുള്ള ആൾക്കാർ നിങ്ങൾ ഭയങ്കര മഹക്കിങ്ങളാന്ന് പറഞ്ഞ ഈ വിഭാഗത്തിൽ കുറെ പണ്ഡിതന്മാരുണ്ടല്ലോ, ആരോട് ചോദിച്ചാലും പെണ്ണുൾ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എല്ലാവരെയും സ്നേഹത്തോടെ വിളിക്കുകയാണ് ഇതിനെതിരായിട്ട് പറയാൻ സഞ്ചേതമുള്ള ഞാനീ പറഞ്ഞ അടിസ്ഥാനത്തിനെതിരെ. അഥവാ ഈ ഹദീസോ ആയത്തോ കണ്ടിട്ട് ഒരു നിയമം പറയാൻ അതിലേക്ക് ഇഖ്താമ് ചെയ്യൽ, കാലെടുത്ത് വെക്കല് ഹറാമാണെന്ന് ഇജ്മാ ആണെന്നുള്ള വിഷയത്തിൽ ഏതെങ്കിലും മൊഴിയാർക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്കത് കാണിക്കാവുന്നതാണ്. കാരണം പൊന്മൾ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, ഞാൻ എല്ലാവരെയും വായിക്കാറുണ്ട്, പൊന്മൾ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സുന്നത്ത് മദ്ഹബിൽ സുന്നത്തിനെതിരെ എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഈ വിവാദം വരുന്നതിന് മുമ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ തറപ്പിച്ച് പറയാണ്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതിനുവേണ്ടി കളിച്ച എല്ലാ നാടകവും അബദ്ധമാണെന്നത് പുറമെ അയാൾ അതിനുശേഷം ചെയ്യുകയോ ഇത് വെച്ചുപിടിക്കാണ്ടായപ്പോ അയാള് ഒരു സ്ഥലത്തെന്ന് പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മക്കളെ, ഹബീബ് തങ്ങൾ നൂറാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞത് മാനവിയായ നൂറാണ്, ഹിസ്സിയായ നൂറല്ല, ഹിസ്സിയായ നൂറടക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് സയ്യിദ് അലവി മാലിക്കി തങ്ങളുടെ അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന കിതാബിലുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പേരോട് ഉസ്താദിനോട് സ്നേഹത്തിൽ പറയാണ്, ഞാൻ ഉസ്താദിന് അറബി ഭാഷ പഠിച്ചിട്ടില്ല, ഞാൻ പള്ളി പറിച്ച് പോയിട്ടില്ല, ഞാൻ ചിലപ്പോൾ നിങ്ങൾ പറയാറുണ്ടല്ലോ സീതി കേട്ട് പഠിച്ചതാണെന്ന്. എന്നാ പറയാണ് ആ ഇൻസാനുൽ കാമിൽ വെച്ചിട്ട് അതിൽ ഒരൊറ്റ അറബി ഭാഷ അറിയുന്ന ആളെ കൊണ്ട് ഈ പേരോട് ഉസ്താദ് അർത്ഥം വെച്ചതല്ല, നിങ്ങളുടെ വിഭാഗത്തിന് ഒരു ഔദ്യോഗികമായ പണ്ഡിതനെ കൊണ്ട് അർത്ഥം വെപ്പിക്കാൻ കഴിയില്ല. കാരണം അതെനിക്ക് പോലും അറിയുന്നുണ്ട് ഉസ്താദെ, അതെനിക്ക് പോലും വെറുതെ വായിച്ചു പഠിച്ച് എനിക്ക് പോലും അറിയാം അതിന്റെ അർത്ഥം. അതുകൊണ്ട് അതൊക്കെ വേണമെങ്കിൽ ഉസ്താദിന്റെ ഇൽമ് ആലിമ് എന്നൊക്കെ പറഞ്ഞ് അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കളിച്ചപ്പോൾ അതൊക്കെ എവിടെയോ പോയിട്ടുണ്ട്. അതുകൊണ്ട് തൗബ ചെയ്ത് വരുത്തല്ലാതെ നിവൃത്തിയില്ല. അതിനുശേഷം
ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ചിലർക്ക് കണ്ടവും മുണ്ടവും കണ്ട് ദീന് പറയുന്ന ചില ആൾ ഇറങ്ങിയിട്ടുണ്ട്, ഓർക്ക് തിരിഞ്ഞില്ല, അത് കണ്ണാടിയിൽ കണ്ട നിഴലാണ്. ഉസ്താദേ, ഞാനൊരു ഫിസിക്സിന്റെ അധ്യാപകനാണെന്ന് ഉസ്താദ് പറഞ്ഞല്ലോ, ആ കണ്ണാടി കാണുന്നതിന്റെ പേര് നിഴല് എന്നല്ല ഉസ്താദേ, അത് ഷേഡോ എന്നാണ് നിഴല് എന്ന് പറഞ്ഞാൽ കണ്ണാടി കാണുന്നത് ഇമേജാണ്. അതൊക്കെ നമ്മളോട്, ഞാനതിന് ഉസ്താദല്ലേ, അതുകൊണ്ട് എന്നോടൊക്കെ ഒന്ന് ചോദിച്ച് പഠിക്കേണ്ട വിഷയമാണത്. കണ്ണാടിയിൽ കാണുന്നത് അതിന്റെ പേര് ഇമേജ്, അതിനൊരിക്കലും നിഴല് എന്ന് പറയൂല. നിഴല് എന്ന് പറയുന്നത് ഷേഡോ ആണ്. ഷേഡോ എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൊണ്ട് മറിഞ്ഞിട്ട് ഒരു വെൽമത്ത്, ഒരു ഇരുട്ട് വരുത്താണ്. ഹബീബിനെ കൊണ്ട് ഒരു സ്ഥലത്ത് ഇരുട്ട് വരൂല ഉസ്താദേ, എന്നിട്ട് അതും ക്ലച്ച് പിടിക്കാതിരുന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പേരോട് ഉസ്താദ പറഞ്ഞത് പച്ച അബദ്ധമാണെന്ന് മാത്രമല്ല, അതിൽ അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അതിന്റെ ആ ഗൗരവം വളരെ വലുതാണ്. കാരണം ഒരു കഷ്ണം മുടിക്ക് വേണ്ടി ഹബീബായ തങ്ങളുടെ സവിശേഷതയെ നിഷേധിച്ചതാണ്. അതുകൊണ്ട് അതിലേക്ക് ഒരാൾക്കും ചർച്ച വേണ്ട. അതിലേക്ക് ഇഖ്താം ആ ഹദീസ് ഉദ്ധരിച്ചത് തന്നെ, ആ ഹദീസ് എല്ലാവരും അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാറുണ്ട്, സൈനബ് ബീവിയുടെ ഹദീസിനെ പറ്റി. ആ ഹദീസ് ഉദ്ധരിച്ചത് തന്നെ സുന്നത്ത് ജമാഅത്തിന് എതിരാണ് എന്ന് ഞാൻ ഒരല്പം ഗൗരവമുള്ളതുകൊണ്ട് വീട്ടിൽ പറഞ്ഞതാണ്. അസ്സലാമു അലൈക്കും. നിഴൽവാദത്തിൽ പുതിയ കണ്ണാടിയാണ്, കണ്ണാടിയിലുള്ളത് നിഴലാണ് എന്ന് പറഞ്ഞ മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, വെല്ലെന്ന് പറഞ്ഞ അറബിന്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്ത മോശവും വിഷമമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ കണ്ടു എന്ന് പറയാനാണ് ഈ കണ്ണാടിയെ വീണ്ടും എടുത്തുകൊണ്ടിട്ടത്. അങ്ങനെ പറയുന്നില്ലെങ്കിലും അതിനാണ് കൊണ്ടിട്ടത്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടുവാണ്. ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ മക്കയിലെയും മദീനയിലെയും വീടുകൾക്ക് ഉപയോഗിച്ച റോ മെറ്റീരിയൽസിൽ സാധാരണയായി കാണുന്നത് ചരിത്രത്തിലുള്ളത് ഈന്തപ്പനയോലയും മറ്റൊക്കെയാണ്. അന്നത്തെ ഈന്തപ്പനയൊക്കെ സ്ഫടികമായിരുന്നു എന്നറിയുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ് ഉസ്താദെ എന്ന് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാം. ഏതായാലും ചോദ്യങ്ങൾ ഇങ്ങനെ ഇവിടെ കുറെ വന്നിട്ടുണ്ട്, കുറെ ചോദ്യങ്ങളുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് അറിയിച്ചിട്ടുണ്ട് ഈ പരിപാടി ഇങ്ങനെ ഒരു പ്രദേശത്ത് വെച്ചാൽ മാത്രം പോരാ. ഒരു സഹോദരൻ പ്രത്യേകം പറഞ്ഞു ഇത് നാട്ടുകാർ മുഴുവൻ ഇനിയും കേൾക്കേണ്ടതാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് ജനങ്ങളിൽ എത്തിക്കണമെന്നാണ്. അതിനുവേണ്ടി ഇതിന്റെ ക്യാമറ റെക്കോർഡിങ്ങുകളും കാണുന്നുണ്ടല്ലോ, ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടുന്ന വിധത്തിലേക്ക് എല്ലാവരും കയ്യിലും എത്തും. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ഇതിൽ കുറെ ക്ലിപ്പുകൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ സമയത്തിന്റെ കുറവ് കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതെല്ലാം അതിൽ വരും, സമ്പൂർണ്ണതയായിരിക്കും. നിങ്ങൾ കേട്ടു എന്ന് കരുതിയിട്ട് അതല്ല പൂർണ്ണത എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും അത് ചെറിയ പൈസ ഇൻഷാ അല്ലാഹ് വരുള്ളൂ, അത് വാങ്ങിച്ച് ഈ പറയപ്പെട്ട ഇതിൽ തെറ്റിദ്ധരിച്ച് കുടുങ്ങിപ്പോയ ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. അവർക്കൊക്കെ 10,000കണക്കിന് കോപ്പി നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഓരോ ആളുകളുടെ ഭാഗത്തേക്ക്, ഓരോ നാട്ടിലേക്കും ഏരിയയിലേക്കും എത്തിക്കണം. നമ്മുടെ സമ്മേളനത്തിൽ ഇൻഷാ അല്ലാഹ് ഈ കോപ്പി ഇത് ഇറങ്ങുന്നതാണ്, ഇത് വരുന്നതാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇടക്കാലത്തൊക്കെ ഹമീദ് ഫൈസി ഉസ്താദൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വെല്ലൂരെ സനദിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ട്. സനതുണ്ടെന്നോ ഇല്ലയോ എന്നുള്ളതല്ല, രേഖയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. പിന്നെ അതുപോലുള്ള സ്ഥലത്ത് ചോദിച്ചാൽ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ചില സമയത്ത് പറയും ഖസ്റജിയുടെ പരമ്പരയെക്കുറിച്ച് സ്റ്റേജ് എന്ന് പറഞ്ഞത് വേറെയാണ്, സുന്നി വോയിസിൽ അങ്ങനെ ഉണ്ടെന്നൊക്കെ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് കേട്ടിട്ട് പലരും പറയാറുണ്ട് അത് വെറുതെ പറയാണ് എന്ന് പറയുന്ന ഇവരുടെ പക്ഷത്തുള്ള ആളുകളുണ്ട്. അവരുടെ സംശയത്തിന് ബാധ്യതയുണ്ടല്ലോ ഉസ്താദിന് തീർത്തു കൊടുക്കാൻ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഞങ്ങൾ വിടൂല, നിങ്ങളെ ഞങ്ങൾ അബുദാബിയിലേക്ക് വിളിച്ചിരുന്നു, അതിന്റെ മറുപടി കൂടി പറയേണ്ടതുണ്ട്. അതിപ്പോ പറയണ്ട, ഞങ്ങൾ വരും ചോദ്യമായിട്ട്. അന്നേരം ഉത്തരം പറയാൻ തന്റേടമുണ്ടോ നെഞ്ചുറപ്പുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഉസ്താദ് ആദ്യം പറഞ്ഞതിന് മറുപടി പറയുന്നത് പ്രതീക്ഷിക്കുന്നു. ഈ പ്രസിദ്ധമായ ഷാർ മുബാറക്കുകൾ പലതിനും കൃത്യമായ സനദുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു. ചില ഷാർ മുബാറക്കുകൾക്ക് അത് മുത്തവാത്തിറായി പൊതുസമൂഹം ഏകകണ്ഠമായി അംഗീകരിച്ച് തങ്ങളുടേതാണെന്ന് പറഞ്ഞു വരുന്നതുമുണ്ട്. ഇവിടെ വിവാദ വിധേയമായത് വെല്ലൂര് ലത്തീഫിയ അറബി കോളേജിലെ ഷാർ മുബാറക്കാണ്. ആ വിശുദ്ധ കേശത്തിന്, ഡൽഹിയിലെ വിശുദ്ധ കേശത്തിന്, കശ്മീരിലെ വിശുദ്ധ കേശത്തിന്, ഇതിന് മൂന്നിനും സനത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്ന് കാന്തപുരം വിഭാഗം സമസ്തയിൽ നിന്ന് വേറിട്ട് പോകുന്നതിന് മുമ്പ്
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്നായിരുന്ന കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന സുന്നി യുവജന സംഘത്തിന്റെ മുഖപത്രമാണ് സുന്നി ടൈംസ്. ആ സുന്നി ടൈംസിൽ അങ്ങനെ ലേഖനം എഴുതി വച്ചിട്ടുണ്ട്. ഞങ്ങളും നിങ്ങളും വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. 17/8/1964 സുന്നി ടൈംസിൽ പാവനാവശിഷ്ടം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കേശം എന്ന തലവാചകത്തോടുകൂടി പി.കെ. മഹ്മൂദ് മൗലവി BSA കോളേജ് വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് എഴുതുന്നു. ആ ലേഖന പരമ്പരയുടെ ഒരു ഭാഗം അവരുടെ എല്ലാം കാലശേഷവും യാതൊരു പ്രാധാന്യക്കുറവും കൂടാതെ സ്വാലിഹീങ്ങളുടെ കൈകളിലൂടെ നീങ്ങി വന്നാണ് കശ്മീരിലും ഡൽഹിയിലും വെല്ലൂരിലും മറ്റും അത് എത്തിച്ചേർന്നത് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിൻതലമുറകളായ നമുക്ക് ലോകഗുരുവിന്റെ വിശുദ്ധാവശിഷ്ടമെങ്കിലും സന്ദർശിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുവാൻ ഇടയാക്കിയ അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നാം അവരോട് കടപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇപ്പോൾ സൂക്ഷിക്കുന്ന ആൾ വരെ പ്രസ്തുത കേശം വന്നു ചേർന്ന സനദും ബ്രാക്കറ്റിൽ പരമ്പര ഇവരുടെ വശം സൂക്ഷിച്ചു വരുന്നുണ്ട്. വെല്ലൂരിലെ അബ്ദുൽ നസർ ഖുതുബുദ്ദീൻ സയ്യിദ് മുഹമ്മദ് ബാഖിർ ഖാദിരി എന്നിവരുടെ കൈവശമുള്ള പുണ്യമുടി കഴിഞ്ഞ വർഷം 1388 റബീഉൽ അവൽ 12 പൊതു കാഴ്ചക്ക് എടുത്തപ്പോൾ ഈ ലേഖകന് കാണുവാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞു തുടരുന്നുണ്ട്. അതിന് പരമ്പര അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് 1964 സുന്നി ടൈംസ് എഴുതുമ്പോൾ കാന്തപുരത്തിന്റെ ഈ മുടി വിവാദവുമായി ബന്ധപ്പെട്ട് കാന്തപുരം വിഭാഗത്തെ പ്രസിദ്ധീകരിക്കുന്ന പൂങ്കാവനം മാസിക ആ ആശയം ഒന്നുകൂടി ആവർത്തിച്ചെഴുതുന്നു. പൂങ്കാവനം മാസിക ഫെബ്രുവരി 11 ലക്കത്തിൽ ഇങ്ങനെ തന്നെ എഴുതുന്നു. കുത്തുബെ വേലൂർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വെല്ലൂരിലെ അബ്ദുൽ നസർ ഖുതുബുദ്ദീൻ സയ്യിദ് മുഹമ്മദ് ബാഖിർ അൽ ഖാദിരി എന്ന മഹാനവരുടെ കൈവശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേശം ഉണ്ടായിരുന്നുവെന്നും സ്വഹാബി പ്രമുഖനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മുതൽ അത് കൈമാറി പോന്നവരുടെ നാമപരമ്പരയും ഇവിടെ സനദിൽ നാമപരമ്പരയും അദ്ദേഹം സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നും ചരിത്രകാരന്മാർ പറയുന്നു. പൂങ്കാവനം ഫെബ്രുവരി 2011 ഈ വിവാദ പശ്ചാത്തലത്തിൽ എഴുതിയത്. അവർ പോലും അംഗീകരിക്കുന്നു വെല്ലൂരിലെ മുടിക്ക് സനദ് അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്നത്. മറ്റൊരു കാര്യം രാമന്താണ് ചോദിച്ചത്, ഈ സനദുമായി ബന്ധപ്പെട്ട് കാരന്തൂരിൽ വായിച്ച സനദിന്റെ എതിർ ഒരു വിഷം സുന്നി വോയിസിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന്. തീർച്ചയായും അഹമ്മദ് ഖസറജി മർക്കസിൽ വന്ന് സമ്മേളനത്തിൽ വെച്ച് കാന്തപുരത്തിന് മുടി കൈമാറി കൃത്യമായ സനദ് പരമ്പര സനദില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഇതാ പരസ്യമായി സനദ് വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സനദ് വായിച്ച് കൈമാറിയ ആ മുടി, ആ സനദ്, ആ പരമ്പര കൃത്യമായി വായിച്ച് നമ്മൾ കേട്ടു. സിരികളിലൂടെ എല്ലാവരും കേട്ടു. അഭിനന്ദനായ ഡോക്ടർ ഉസ്താദ് ബഹാവുദ്ദീൻ കൂരിയാട് അത് നിയമപരമായി വസ്തുതകൾ വെളിച്ചത്തിൽ ചോദ്യം ചെയ്തപ്പോൾ അവർ പിൻവാങ്ങേണ്ടി വന്നു. എന്നാൽ ആ സനദ് ശരിയല്ല എന്ന് പ്രകടമായി തെളിയിക്കുന്ന ഒരു വസ്തുതയാണ് അഹമ്മദ് ഖസറജി മുടി കൊടുക്കാൻ കേരളത്തിൽ വന്നപ്പോൾ തന്നെ അവരുടെ തന്നെ മുഖപത്രം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചീഫ് എഡിറ്ററായ സുന്നി വോയിസ് ഈ വിശുദ്ധ കേശം എന്നവർ വിശേഷിപ്പിക്കുന്ന കേശവുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖം ഈ ഖസറജിയിൽ നിന്ന് വാങ്ങി. ആ അഭിമുഖം സുന്നി വോയിസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ സുന്നി വോയിസിന്റെ പേജ് നമ്പർ 47-48 അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ അഭിമുഖത്തിലെ ഒരു പ്രസക്തമായ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടതാണ്. തിരുകേശം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണ്? ഖസറജി മറുപടി പറയുന്നു, ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി നീക്കിയപ്പോൾ അബൂ തൽഹത്ത് എന്ന അൻസാരിയായ സഹാബി അത് വിതരണം ചെയ്യുകയും അതിൽ നിന്ന് അല്പം പലരുടെ കയ്യിലെന്ന പോലെ അൻസാരി വനിതയായ ഉമ്മു സുലൈമിന്റെ പക്കലും എത്തുകയും ചെയ്തു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന ഞങ്ങളുടെ പിതാമഹിയിൽ നിന്നും പരമ്പരാഗതമായി, ശ്രദ്ധിക്കണം, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയിലേക്കും, അപ്പൊ ആ പരമ്പര അങ്ങനെ മുടി ഇങ്ങനെ കൈമാറി പോകുന്നു. പരമ്പര ഫുള്ള് വരുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഫേമസ് ആയതുകൊണ്ട് അത് പറഞ്ഞു, അദ്ദേഹത്തിലേക്കും അവിടുന്ന് അവിടുത്തെ പരമ്പരയിൽ തുടർന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്കും എത്തുക വഴി ലഭിച്ചതാണ് എന്റെ കയ്യിൽ. അദ്ദേഹം കൃത്യമായി പറയുന്നു. എന്താണ് ഈ പറയുന്നത്? അദ്ദേഹത്തിന് കിട്ടിയ മുടി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വഴി പാരമ്പര്യമായി വന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എത്തി, അവിടെ നിന്ന് പാരമ്പര്യമായി വന്ന് തന്റെ കുടുംബത്തിൽ എത്തിച്ചേർന്നു. എന്തായിരുന്നാലും ഈ സനദിലെ ഒരു പ്രധാന കണ്ണി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയാണെന്ന് സുന്നി വോയിസ്
2011 ഫെബ്രുവരി 1 to 28 ലക്കം പറയുന്നു. അഹമ്മദ് ഖസ്റജി സാക്ഷാൽ ഖസ്റജി പറയുകയാണ്. എന്നാൽ അതേ ഖസ്റജി മുടി കൊടുക്കുമ്പോൾ അവതരിപ്പിച്ച പരമ്പര സനദ് ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ്. ആ പരമ്പരയിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന മഹാന്റെ പേരില്ലേ ഇല്ല. എങ്ങനെ ഈ വൈരുദ്ധ്യം വന്നു എന്ന ചോദ്യം ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല. ഹസ്രജിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാവില്ലല്ലോ ഉസ്താദേ. ഹസ്രജിന്റെ വീട്ടിലേക്ക് പോകാനൊക്കെയുള്ളൊരു വെല്ലുവിളി ഉണ്ടല്ലോ. ചോദ്യങ്ങൾ വരട്ടെ. ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. അമ്പലങ്ങളുടെ ഉസ്താദാണ് ചോദ്യം. താങ്കളുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സുഖാഫി ഹസ്രജിയുടെ വീട്ടിലിരുന്നുകൊണ്ട് സനദ് കാണാൻ കാത്തിരുന്നിട്ടുണ്ട്. താങ്കൾ വിദഗ്ധമായി മുങ്ങിയതാണല്ലോ അറിയുന്നത് എന്നായിരുന്നു എന്റെ നിശ്ചയം. അതിനു മുമ്പ് ഉസ്താദ് ചിലപ്പോൾ പറയും ഞാൻ അങ്ങനെ പോയി, ഞാൻ ഇങ്ങനെ പോയതാണെന്നൊക്കെ. പക്ഷെ നിങ്ങൾ വെല്ലുവിളിച്ച് എങ്ങനെയാണെന്നും കൂടി ഒന്ന് കേൾക്കണം. 46 അപ്പോൾ ഒഴിഞ്ഞു മാറാൻ വകുപ്പ് മരിച്ചു പോയിട്ടില്ല, പേരോടും മരിച്ചു പോയിട്ടില്ല, നമ്മളും മരിച്ചു പോയിട്ടില്ല. അബുദാബി നിലനിൽക്കുന്നുണ്ട്. അവിടെ സമാധാന യുദ്ധമല്ല. അബുദാബിക്ക് ടിക്കറ്റും കിട്ടും. എയർ ഇന്ത്യക്ക് എന്തോ പൈലറ്റ് പറഞ്ഞ ഒരുപാട് ഫ്ലൈറ്റ് വേറെ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. വിസയും പെട്ടെന്ന് കിട്ടും. പേരോടിന് വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ. ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി അബുദാബി അഹമ്മദ് ഖസ്റജിയുടെ അടുത്തേക്ക് മിതമായ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ എല്ലാ ചെലവും വഹിക്കാൻ ഞങ്ങൾ പക്ഷെ നമ്മളാ പറഞ്ഞ വാക്കിലൊക്കെ ഉറച്ചു നിൽക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ബോധ്യപ്പെട്ട കാര്യം മാത്രമാണ് സംസാരിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് ആ പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടാൽ അറിയും, ക്ലിപ്പിൽ പൂർണ്ണമായി എടുത്താൽ അറിയും. 2 കെട്ട് മുടി, ഏകദേശം ഒരു 10,000-20,000 മുടികൾ പ്രവാചക തിരുമേനിയുടെ ചരിത്രത്തിൽ പിൽക്കാലത്ത് അത് പാരമ്പര്യമായി ഇത്ര വലിയ മുടിക്കെട്ടുകൾ സൂക്ഷിച്ചു വന്നൊരു ചരിത്രം ഇല്ല. എന്നാൽ അഹമ്മദ് ഖസ്റജിയുടെ ശേഖരത്തിൽ വലിയ 2 മുടിക്കെട്ടുകളുണ്ട്. ഈ കാര്യം പരിശോധിക്കാൻ വേണ്ടി അബുദാബിയിലേക്ക് പോകുന്ന കാര്യമാണ് വെല്ലുവിളിച്ചത്. കുറ്റ്യാടിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ മുന്നിൽ വെച്ചാണ്. ഞാൻ പറഞ്ഞു, പക്ഷെ ഇവരെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മധ്യസ്ഥന്മാർ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, ശരി, ഞാൻ പോകാൻ റെഡിയാണ്, എനിക്ക് മധ്യസ്ഥനായി പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറ്റും, പാലക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളെ പറ്റും, പോകാം, റെഡി എന്ന് പറഞ്ഞ് അദ്ദേഹം ഏകപക്ഷീയമായ ഡേറ്റ് പ്രഖ്യാപിച്ചു. അദ്ദേഹം പോകുന്നു. അദ്ദേഹം എന്നിട്ട് പോയിട്ട് പിന്നെ നമ്മളൊരു ബന്ധമല്ല. ഈ മധ്യസ്ഥന്മാരെ അദ്ദേഹം അല്ലെങ്കിൽ ഞാൻ നമ്മൾ കൂടിയാലോചിച്ച് തരപ്പെടുത്തണ്ടേ? തരപ്പെടുത്തിയിട്ട് അവരെ സൗകര്യത്തിന് ഡേറ്റ് നിശ്ചയിച്ചല്ലേ പോകേണ്ടത്? ഇയാൾ എന്ത് ചെയ്യാണ്? ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഇയാൾ നേരെ അബുദാബി പോവുകയാണ്. അബുദാബി പോയിട്ട് അവിടെ ചെന്നിട്ട് ഈ ക്ലാസ് റൂമിലൂടെ നമ്മൾ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഉണ്ട്, SKICR ഈ പരിപാടി ഇപ്പോ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ 1000കണക്കിന് പ്രവർത്തകർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവരിലൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ആ ഘട്ടത്തിൽ അവരെ ക്ലാസ് റൂമിലൂടെ ഇദ്ദേഹം അറിയിക്കുകയാണ്, ഞാനിതാ വന്നു നിൽക്കുകയാണ്, എവിടെയാണ് അമ്പലക്കടവ് ഹമീദ് ഫൈസി, അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിച്ചിരുന്നല്ലോ, അദ്ദേഹം എന്താണ് വരാത്ത, ഇപ്പൊ ഖസ്റജിന്റെ മുന്നിലായി നിൽക്കുന്നുണ്ട്, വല്ല ഫുട്ബോളൊക്കെ ഇങ്ങനെ കമന്ററി ചെയ്യുന്ന പോലെ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടുന്ന് ഇയാൾ പോകാൻ വേണ്ടി വെല്ലുവിളി സ്വീകരിച്ച് അന്തസ്സായി പോകാൻ തയ്യാറുണ്ടെങ്കിൽ ഈ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾക്ക് മധ്യസ്ഥനായി പറ്റുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറ്റുമെന്ന് പറഞ്ഞു. അവരെ മധ്യസ്ഥരായി കൂട്ടണ്ടേ? എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പോകാൻ ഡേറ്റ് ഫിക്സ് ചെയ്യണ്ടേ? ഞാൻ ഉടനെ ബന്ധപ്പെട്ടു. ഈ വിവാദം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചെന്നിരാണെന്ന് വിവാദം ഉണ്ടാക്കിയപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞാൻ മന്ത്രിസഭ ഉണ്ടാക്കാൻ തിരക്കിലാണ് ഈ സമയത്ത്, ഞാൻ അങ്ങനത്തെ പരിപാടിക്ക് ഇന്നപ്പോൾ ഇയാൾ വിളിച്ചിട്ടില്ല, എനിക്ക് ആളെ ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. മുനവ്വർ ശിഹാബിനോട് വിളിച്ചു, തങ്ങളോട് ഇന്നാളെ വിളിച്ചിട്ടില്ലായിരുന്നു. ഈ 2 ആളുകളെയും ടെലിഫോണിൽ പോലും ബന്ധപ്പെടാതെ ഏകപക്ഷീയമായി അവിടെ പോയി അദ്ദേഹം കാര്യം കൈകാര്യം ചെയ്ത് ഈ കബളിപ്പിക്കൽ നാടകം, ഇത്തരം നാടകം ഒരു പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവുമാണ് താൽക്കാലികമായി പഴയകാലത്ത് വിജയം നേടിയിരിക്കാം. സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾക്ക് വിജയം നേടാൻ പോകുന്നില്ല എന്ന് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇന്നും പേരോട് അബ്ദുൽ റഹ്മാൻ സഖാഫി ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചാൽ അതേ ഓഫർ നിലനിൽക്കുന്നുണ്ട്. ടിക്കറ്റ് ഫ്രീ, ഈ വിസ ഫ്രീ. അത് റെഡിയാണെങ്കിൽ നിങ്ങളൊക്കെ സാക്ഷിയാണല്ലോ. ഇതുപോലെ മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചുകൊണ്ട് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് അബുദാബിയിലേക്ക് പോകാനും അബുദാബിയിൽ ഷെയ്ഖ് അഹമ്മദ് ഖസ്റജിയുടെ ശേഖരത്തിൽ 2 കെട്ടുമുടി കൃത്യമായി ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അത് ഡേറ്റ് പറയട്ടെ.
എന്തായാലും പഴയ മധ്യസ്ഥനായ ഞാൻ തന്നെ ഇവിടെ ഉണ്ട്. മധ്യസ്ഥനാവാനല്ല, നിങ്ങളെ ഈ മധ്യസ്ഥന്മാരുടെ ഇടയിൽ നിന്നൊരു മധ്യസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാൻ ശ്രമിച്ചോളാം. ഉസ്താദിന് വാക്കുവരുന്നു. ഇനി നോക്കട്ടെ ഒന്നുകൂടി. അതിനിടയിൽ എനിക്കൊരു സംശയമുണ്ട്. പേരോട് അവിടെ പോയിട്ട് വെല്ലുവിളിച്ചു, അവിടെ ഇരുന്നിട്ട് ഉസ്താദ് പറഞ്ഞാല് പിന്നെ ഒന്നുകൂടി ഞാൻ അതിന്റെ ഒരു ഉപഘടകം കൂടി ചേർക്കുകയാണ്. അവിടുന്ന് പേരോട് പറഞ്ഞു, ഞാൻ ഈ ആധാറുകൾ സൂക്ഷിക്കുന്ന റൂമിന്റെ പുറത്തുപ്പുറത്ത് ഇരിക്കുകയാണ്, അതുകൊണ്ട് ഹമീദ് ഫൈസി വരികയാണെങ്കിൽ ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു. അന്ന് ഇതിന്റെ മറുപടി പറയുന്ന, ഉണ്ടാക്കുന്ന, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന, സംവാദങ്ങൾ നടത്തുന്ന, മധ്യസ്ഥം വഹിക്കുന്ന ആളുകളാണ് ഞാനും മിസ്റ്റർ നൗഷാദ് ഹസനും. ഞങ്ങൾ ഉടനെ ബന്ധപ്പെട്ടു. എന്തുകൊണ്ടാണ് ഉസ്താദ് ഉള്ളിൽ കയറാതെ പുറത്തിരിക്കുന്നത്? ഷഹർ മുബാറക്കുകൾ അടക്കമുള്ള കെട്ടുകണക്കിന് മുടികളടക്കമുള്ള ആസാറുകളുടെ ലോകത്തെ ഏറ്റവും വലിയ സൂക്ഷിപ്പുകാരന്റെ സൂക്ഷിപ്പ് കേന്ദ്രത്തിലെത്തി എന്തിന് പുറത്തിരിക്കണം? അകത്തിരുന്ന് ഹമീദ് ഫൈസി പോലെ വരും വരെ മൗലിദ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഇരുന്നൂടെ എന്ന സംശയത്തോടെ ഞങ്ങൾ ബന്ധപ്പെട്ട ഉടനെ ഞങ്ങൾ ചോദിച്ചു, ഹമീദ് ഫൈസി കേൾക്കേണ്ടത് നിങ്ങൾ കേട്ടാൽ ചിലപ്പോ പടച്ചാനെ ഇതാണോ പേരോട്, ഇത്രേ ഉള്ളൂ എന്ന് ചിന്തിച്ചു. പേരോടിന്റെ അടുത്ത് ബന്ധപ്പെട്ട് അന്വേഷിച്ചു നോക്കി. അപ്പോഴാണ് മറുപടി വന്നത്, ആ ദിവസം ഈ മുടി കേരളത്തിൽ കൊടുത്ത് പേരോടിരിക്കുന്ന റൂമിൽ കെട്ടിപ്പൂട്ടി വെച്ച ഹസ്രജി ലണ്ടനിലാണുള്ളത്, അബുദാബിയിലില്ലായിരുന്നു. ഇത് പകരന്റെ സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യ പറയുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു. ആ ഡേറ്റൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ ഡേറ്റിലെ അഹമ്മദ് ഹസ്രജിയുടെ പാസ്പോർട്ടിന്റെ കോപ്പി നിങ്ങളൊന്ന് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്. ശേഷം ഞങ്ങൾ പറഞ്ഞല്ലോ, ടിക്കറ്റൊക്കെ ഫ്രീ പറഞ്ഞില്ല, അന്ന് വരുമ്പോ ഒറിജിനൽ ഞങ്ങൾ കണ്ടോളാം. ഞങ്ങൾക്ക് അതിൽ വിശ്വാസം കേടുന്നു, നിങ്ങളിപ്പം വിട്ടാ വരില്ല, നിങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ എടുത്തോളാം. അതുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങളതിന് തയ്യാറാവണമെന്ന് ഉണർത്തുകയുമാണ്. പിന്നെ ഒരു അനുബന്ധം, നമ്മൾ ഈ IBSM ഇമാം ബുഖാരി സുന്നി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്നുള്ള ശീർഷകത്തിൽ ഒരു പോസ്റ്റർ പ്രദർശനം വായിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. വാക്ക് നിർത്താനായിട്ടില്ല ഉസ്താദേ. അപ്പോ ഒരു പോസ്റ്റർ പ്രദർശനം നടത്തിയിരുന്നു, തയ്യലൊക്കെ ഉണ്ടായിരുന്നു. പലരും അത് കീറിക്കളഞ്ഞു. അതിന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കീറിയവരോട് വിഷമം തോന്നണ്ട, അത് കണ്ടിട്ട് വിഷമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഉമ്മ എന്നോട് പറഞ്ഞു, ഇത് കാണിച്ചു കൊടുത്തു. എന്നോട് ഇന്നെന്തെല്ലാം അൻസാറെ പറയുന്നു, ഇന്നാണല്ലോ പറയുന്നത്, ആ ശൈലി എന്ന് പറയാം, ഇന്നെന്തെല്ലാം അൻസാറെ പറയുന്നു, അല്ലാണ് ഇങ്ങനൊരു സംഭവം നോട്ടീസ് അത് കൊണ്ടെടുക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലുമ്മ അങ്ങനെ ഏറ്റ് കൊണ്ടെടുക്കുന്നതാണ്. ഈ വിശ്വാസം പല നമ്മുടെ പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് അവരൊക്കെ കരുതുന്നത് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്തെല്ലോ ആണ്, അവിടെ പലതും പ്രചരിക്കും, അതിൽ കൂട്ടത്തിലാണ് കെട്ടുമുടി. ഞാൻ ഇന്ന് വരെ കണ്ട ഒരൊറ്റ SSFന്റെ പ്രവർത്തകനും ഈ മുടി ഹസ്രജ് അബൂദാബിയിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുന്നില്ല. അവരൊക്കെ കരുതുന്നത് നെറ്റിന്റെ തട്ടിപ്പാണെന്നാണ്. അതുകൊണ്ട് ഇതിപ്പോ ഈ പുസ്തകം ഇതിനുണ്ട് എനിക്കറിയാം. ഇതിപ്പം ഹമീദ് ഫൈസി ഉസ്താദിന്റെ അടുത്ത് കണ്ടതാണ് ഞാൻ. ഈ പുസ്തകത്തിന് കോപ്പി എന്റെ കയ്യിലുണ്ട്. ഇത് തിരുകേശം മദീനയുടെ സമ്മാനം എന്ന് പറയുന്ന ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി പുന്നാര മോന്റെ കിതാബ്, എപിയുടെ മോന്റെ കിതാബ്, ആ പുസ്തക. ഇതിന് SSFകാർ ആരും വിചാരിക്കേണ്ട നെറ്റിൽ കടന്നുകൂടിയതല്ല. ഇതിൽ അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹം തങ്ങളുടെ പക്കലുള്ള ആസാറുകളുടെ ശേഖരം കാണിച്ചു തന്നു. അമൂല്യവും മഹത്തരവുമായ തിരുശേഷിപ്പുകളുടെ ഒരു വലിയ നിധി തന്നെ കാണാൻ സാധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറേ മുബാറക്കിന്റെ 2 കെട്ടുകൾ തന്നെയുണ്ട് അവിടെ. അപ്പൊ നെറ്റിന് ആരോ കടത്തിക്കൂട്ടിയതല്ല, നമ്മുടെ AP ഉസ്താദിന്റെ പുന്നാരമോൻ അബ്ദുൽ ഹക്കീം അസ്ഹരി ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചത് അതിൽ ഒരു കെട്ട് മാത്രം ഞങ്ങൾ ഈ ഭിത്തിയിൽ പതിച്ചപ്പോ ഒരൊറ്റ AP പ്രവർത്തകനും അത് കാണാനുള്ള മുന്നൂക്കുണ്ടായില്ല. അതൊക്കെ സത്യത്തിൽ അവർ ചെയ്യേണ്ടത്, അവർ വിശ്വസിക്കുന്ന ഷെയർ മുബാറക്കല്ലേ, അവരതൊക്കെ പറിച്ച് കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം
കാബയുടെ ഫോട്ടോ സൂക്ഷിക്കുന്നുണ്ട്, റൗദയുടെ ഫോട്ടോ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോഴിവർക്ക് സത്യത്തിൽ ഇത് അറിയാം, ഇത് അവരെ മനസ്സ് തന്നെ അത് നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് അരക്കിട്ടുറപ്പിക്കുകയാണ്, ഈ ഞങ്ങള് ഇവിടെ പോസ്റ്റർ അടിച്ച ഇമാം ബുഖാരി സുന്നി മൂവ്മെന്റ് പോസ്റ്റർ അടിച്ചത് ആരെയും കബളിപ്പിക്കാനല്ല. ഇതാ ഈ ഹക്കീമിന്റെ പുസ്തകത്തിൽ പറഞ്ഞ 2 കെട്ട് ഒറ്റക്കെട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒറ്റക്കെട്ട് കാണുമ്പോൾ തലചുറ്റി വീഴുന്ന നിങ്ങളെ മുന്നിൽ ഞങ്ങൾ 2 കെട്ട് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഏതായാലും മാഷ് പറഞ്ഞ പോലെ ആ കെട്ടുമുടി വല്ലാത്ത രസമുള്ള മുടി. അത് വാട്സപ്പിലൂടെ ഞാൻ എൻ്റെ തൃശ്ശൂരിലെ പഴയകാലത്തെ ഏറ്റവും അടുത്ത AP പ്രവർത്തകന് അതിന്റെ അലകും പിടിയൊക്കെ കട്ട് ചെയ്തിട്ട് ആ സാധനം മാത്രം ഞാൻ വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തു. ആ അങ്ങനെ പൊളഞ്ഞ് കിടക്കുന്ന നമ്മളെ വയനാട് ചുരം പോലെയുള്ള ആ ചിത്രം മാത്രം ഇട്ടുകൊടുത്തു. ഇതെന്താന്ന് പറയാൻ നിനക്ക് കഴിയുമോ? ഇതൊരു ചോദ്യമാണ്, നിന്റെ കഴിവ് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത. ഇവൻ എനിക്ക് അയച്ച മറുപടി ഇന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇയാൾ പറഞ്ഞ മറുപടി അതേതോ തെരണ്ടി വാലല്ലേ എന്ന് ചോദിച്ചു. ഇത് പറഞ്ഞ SKSSF-കാരനല്ല, AP വിഭാഗക്കാരനാണ്. എന്തു തന്നെയായാലും ദൈക്ഷണിക സംവാദത്തിലെ നമുക്ക് അനുഗ്രഹമായി ലഭിച്ച ഉസ്താദ് ബഹാവുദ്ദീൻ ഉസ്താദിനോടാണ് അടുത്ത ചോദ്യത്തിന് മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇതൊരു ബർക്കത്തിന്റെ പ്രശ്നമല്ലേ, ഫറലായ കാര്യമൊന്നുമല്ലല്ലോ. ബഹുമാനപ്പെട്ട AP ഉസ്താദാണ് ഈ മുടി കൊണ്ടുവന്നിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ AP ഉസ്താദിനെ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിച്ചാൽ പോരെ, എന്തിനാണ് ഇത് ഇത്ര സമൂഹത്തിന്റെ ഇടയിൽ വിവാദമാക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബർക്കത്തിന്റെ പ്രശ്നമാണെന്നുള്ളതിനാണ് പ്രശ്നം. മുടി കൊണ്ട് ബർക്കത്തെടുക്കാമെങ്കിൽ ഇടമറുകിന്റെ മുടി കൊണ്ട് ബർക്കത്തെടുത്തുള്ളൂ. എന്നാല് രാമന്റെ ജോസഫിന്റെ മുടി കൊണ്ട് ബർക്കത്തെടുത്തുള്ളൂ. എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അഹമ്മദ് ഖദർജി പ്രസിദ്ധീകരിച്ച കിതാബിനെടുക്കാം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ التبرك بآثار الرسول محمد صلى الله عليه وسلم من شعره أو ظفره أو ثوبه أمر حسن موافق لشريعة الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കൊണ്ടോ അതിൻ്റെ ഏത് ഭാഗങ്ങൾ കൊണ്ടോ വസ്ത്രം കൊണ്ടോ ആണെങ്കിലും ആ തബറുക്ക് എടുക്കൽ ഇസ്ലാമിക ശരീഅത്തിനോട് അനുയോജ്യമായ ഒരു കാര്യമാണ്. അതിന് താഴെ പറയേണ്ടത് വത്തബറുകു ലുഗതൻ ഹുവ തലബുൽ ബറക്കത്തി ഐ അൽ ഖൈർ. ബറക്കത്ത് എന്നാണ് അറബി ഭാഷയിൽ നന്മ ആഗ്രഹിക്കുക, അന്വേഷിക്കുക, തേടുക എന്നുള്ളതാണ്. വത്തബറുകു ഇസ്തിലാഹൻ ഹുവ തലബുൽ ഹുസൂലി അലൽ ഖൈരി അലാ വജ്ഹി സബബ്. എന്തെങ്കിലും ഒരു കാരണമുണ്ടായിട്ട് ആ കാരണത്തിലൂടെ നന്മ അന്വേഷിക്കൽ, ബറക്കത്ത് അന്വേഷിക്കലാണ്. അഥവാ ബറക്കത്ത് എന്ന നന്മ. ഇവിടെ ആ സബബിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന നിലക്ക്, അതിന്റെ ശരീരത്തിന്റെ ഭാഗമാണല്ലോ. ജാലിയവാലിന്റെ കള്ളമുടി അതുകൊണ്ട് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മുടിയാകാം. അപ്പൊ ഈ ബറക്കത്തിന്റെ പ്രശ്നമല്ലേ എന്നത് ഒരു ഉലൂത്താണ്, ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു പരിശ്രമം. ബറക്കത്തെടുക്കൽ അലാ വജ്ഹി സബബി. യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ പുത്രവിരഹത്തിന്റെ പേരിൽ കരഞ്ഞ് കണ്ണ് കലങ്ങി കാഴ്ച നഷ്ടപ്പെട്ടു. وبيضت عيناه من الحزن وهو كظيم. കരഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ടു. അതിനുശേഷം സഹോദരങ്ങളൊക്കെ യൂസുഫ് നബിയുടെ അടുത്ത് ചെല്ല ഈജിപ്തിൽ. പിന്നെ ബിന്യാമീനും ചെന്ന് അവിടെ പെട്ടു. അവർ തിരിച്ചു വരുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ വശമുണ്ടായിരുന്ന ഒരു കുപ്പായമെടുത്ത് സഹോദരങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഇത് اذهبوا بخميصي هذا وألقوه على وجه أبي يأتي بصيرا.
ഈ കുപ്പായം കൊണ്ടുപോയി നിങ്ങൾ പിതാവിന്റെ മുഖത്ത് വെച്ചു കൊടുക്കുക, യഅതി ബസീറ, അദ്ദേഹം കാഴ്ച തിരികെ ലഭിച്ചവനായിത്തീരും. എന്താ കാരണം? അലാ വജ്ഹി സബബി, ഈ കുപ്പായം ഒരു സാധാരണ കുപ്പായമല്ല, സ്വർഗത്തിൽ നിന്ന് വന്ന കുപ്പായമാണ് എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. പരമ്പരാഗതമായി ഇങ്ങനെ പ്രവാചകന്മാർ കൈമാറ്റം ചെയ്തു വന്നിരുന്നതാണ്. അപ്പൊ ഇത് വെച്ചാല് കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച തിരിച്ചു ലഭിക്കുമെന്ന് ഒരു മുൻ അനുഭവം ഉണ്ടായിട്ടല്ല. ഇത് ഒരു സബബുണ്ട്. ഇത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രത്യേകമായ ദിവ്യ സവിശേഷതകളുള്ളതാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് യൂസുഫ് നബിയാണ് പറഞ്ഞതാണ്. ആരും പഠിപ്പിച്ചു കൊടുത്തതൊന്നല്ല. യാക്കൂബ് നബി പഠിപ്പിച്ചു കൊടുത്തല്ല. മോനെ കുപ്പായം കയ്യിൽ വെച്ചിട്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടാമെന്നല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. യൂസുഫ് നബി പറഞ്ഞ അതേപോലെ തന്നെ വലമ്മ ഫസലത്തിൽ ഈറു ഖാല അബൂഹും ഇന്നി ലഅജിദു റിഹ യൂസുഫ ലൗലാ അൻ തുസന്നിദൂൻ. അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നേ ഉള്ളൂ. അപ്പൊ ബാപ്പ ഇവിടെ കന്നാനിൽ നിന്ന് പറയാ, യൂസുഫിന്റെ ഗന്ധം ഞാൻ അനുഭവിക്കുന്നുവല്ലോ. കുപ്പായത്തിന്റെ ബർക്കത്ത്. കുപ്പായം സ്വർഗത്തിൽ നിന്നുള്ള കുപ്പായമാണ് എന്ന് നിലക്ക് അതിന് ദിവ്യമായ കുറെ സവിശേഷതകളുണ്ട്. ആ കുപ്പാവാഹകന്മാര് പുറപ്പെട്ടത് യാക്കൂബ് നബി അലൈഹിസ്സലാം കന്നാനിൽ കണ്ണ് കാണാതിരിക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം അനുഭവിക്കുന്നു. അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നു. ഖാലു, മക്കൾ പറഞ്ഞു, യാ അബാന തല്ലാഹി ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം. ബാപ്പ, നിങ്ങൾ ആ പഴയ പോയത്തരത്തിൽ തന്നെയാണല്ലോ ഇപ്പോഴും ഉള്ളത്, പഴയ അന്ധവിശ്വാസത്തിൽ തന്നെയാണല്ലോ അങ്ങ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ ഫലമ്മ അൻ ജാഅൽ ബശീറു, ആ ശുഭവാർത്തയുമായി വരുന്ന ആള് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മുഖത്ത് കുപ്പായം വെച്ചു കൊടുത്തു. കാഴ്ച തിരിച്ചിട്ട് ഇത് ഈ കുപ്പായം ഇതാണ് അലാ വജ്ഹി സബബ്. അലാ വജ്ഹി സബബ്, എന്തെങ്കിലും ഒരു സബബ് വേണം. നബി തിരുമേനിയുടെ മുടി, അല്ലെങ്കിൽ നബി തിരുമേനിയുടെ വസ്ത്രം, നബി തിരുമേനിയുടെ മറ്റ് മൂസാ നബിയുടെ വടി, അതൊക്കെ നേരത്തെ പറഞ്ഞ തോപ്പ് കാപ്പിയിലുണ്ട്. അപ്പൊ അത് പ്രവാചകന്മാരുടെ കയ്യിൽ വരുന്നൊരു സാധനമാണ് എന്നതാണ് സബബ്. അലാ വജ്ഹി സബബ്. ഈ സബബ് സ്ഥിരീകൃതമാകാതെ പിന്നെ എങ്ങനെയാണ് പല ഖൈർ തേടുക? അതാണല്ലോ തബറുക്ക് എന്ന് പറഞ്ഞാൽ തലബുൽ ഖൈർ. നമ്മൾ വായിച്ചല്ലോ, തലബുൽ ഹുസൂലി അലൽ ഖൈർ അലാ വജ്ഹി സബബ്. ഒരു കാരണം വേണം. അതിനാ കാരണം ദുർബലമായാൽ, ആ കാരണം പ്രമാണയോഗ്യമല്ലെങ്കിൽ, അത് സ്വീകാര്യമല്ലെങ്കിൽ, വിശ്വാസയോഗ്യമല്ലെങ്കിൽ ബർക്കത്ത് തേടാൻ പറ്റൂല. അപ്പോ ഇടമുറിവിന്റെ മുടി പോലെ. അതുകൊണ്ട് തന്നെയാണ് ഇസ്നാദിലൂടെ, സനദിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഏതിനും സ്ഥിരീകരണം വേണം എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങളെന്താ വേറെന്തോ ചോദിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നുണ പറഞ്ഞാൽ അതിന് ബർക്കത്തുണ്ടാവില്ല. നബി തങ്ങളുമായി ബന്ധം വേണം. അലാ വജ്ഹി സബബ് എന്ന് പറഞ്ഞല്ലോ. നബി തങ്ങളുടെ പേരിൽ നുണ പറയാന്ന് അതീവ ഗുരുതരമാണ്. സഹീഹ് മുസ്ലിമാണ്. ഇമാം മുസ്ലിമിന്റെ സഹീഹിന്റെ വ്യാഖ്യാനമാണ് ശർഹ് സഹീഹ് മുസ്ലിം. 1-ാം വാള്യമാണ്. അതിൽ 26-ാമത്തെ പേജാണ് ഈ എഡിഷനിൽ. നേരത്തെ നമ്മൾ പറഞ്ഞ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ എന്ന് പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതുന്നു, വഅലം അന്ന ഹാദൽ ഹദീസ യസ്തമിദു അലാ ഫവായിദ വജുമലിൻ മിനൽ ഖവായിദ്. ഒരുപാട് അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ഈ ഹദീസിൽ നമുക്ക് ലഭിക്കും. 1 പറഞ്ഞു, 2 പറഞ്ഞു, പലതും പറയുന്നുണ്ട്, സമയമില്ലല്ലോ. രണ്ടാമത്തെ പറയുന്നത് തഅലീമു തഹരീമിൽ കദിബി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ മേലിൽ നുണ പറയാന്നുള്ളത് അതീവ ഗുരുതരമായ നിഷിദ്ധ കർമ്മമാകുന്നു. തഅലീമു തഹരീമിൽ കദിബ്, അത് അങ്ങേയറ്റം പെരുപ്പിച്ച് കേട്ടണം. തഅലീം, കാരണം എന്റെ മേൽ നുണ പറഞ്ഞാൽ നരകത്തിൽ അവൻ ഇരിപ്പുറപ്പിക്കട്ടെ, മഹാഗൗരവമാണ് എന്ന് ദ്യോതിപ്പിക്കലാകുന്നു. വഅന്നഹു ഫാഹിശത്തുൻ അളീമത്തുൻ, ഗുരുതരമായ ഫാഹിശ, ദുർനടപ്പാണത്. വമൂബിഖത്തുൻ കബീറ, കഠോരമായ കുറ്റകൃത്യവുമാണ്.
ഇതാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ കാഫിറാകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളുടെ പേരിൽ ബോധപൂർവ്വം എന്നാണ് പറഞ്ഞാൽ قال الشيخ أبو بكر أبو محمد الجويني والد إمام الحرمين أبي المعالي من أئمة أصحابنا يكفر بتعمد الكذب عليه صلى الله عليه وسلم. يكفر بتعمد الكذب ബോധപൂർവമാണ് നബി തങ്ങളുടെ പേരിൽ നുണ നിർമ്മിച്ചുണ്ടാക്കുന്നത് എങ്കിൽ കാഫിറാകും. ഷർഹ് മുസ്ലിം നമ്മുടെ കയ്യിലുള്ള എഡിഷൻ വോള്യം 1 പേജ് നമ്പർ 26. അങ്ങനെ ഒരുപാട് വിഷയം ഇതിൽ പറയുന്നുണ്ട്. അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ അത് എന്നെ വിമർശിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാഹ് ഇവിടെ ഉള്ള പല ആളുകളും കുറേ കാലം അതിന് ഓശാന പാടി നടന്നിട്ട് അവസാനം സത്യം മനസ്സിലായാലോ അംഗീകരിക്കണം. അത് മുസ്ലിമിന്റെ ലക്ഷണമാണ്. അവർ തിരിച്ചു വന്നത് അങ്ങനെ ആ അസത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായി അള്ളിപ്പിടിച്ചു നിൽക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ഇനി 11 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കും. ദൂരെ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടാവും. ആരും വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും സദസ്സ് ഭംഗിയാക്കി തന്നെ ഇരിക്കുക, സദസ്സ് ഭംഗിയാക്കുക, മുന്നോട്ട് കയറി ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യം വരുന്നു. അതിനിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു പുതിയ പഴയ കാലത്ത് പ്രസംഗിച്ചതാണ്. ഈ അടുത്ത് നമ്മളാരും കേൾക്കാത്ത ഒരു പ്രസംഗമുണ്ട്. അതൊരു 5 മിനിറ്റ് ഇരുന്ന് കേട്ടാൽ ഇപ്പോഴത്തെ കാപട്യങ്ങളെല്ലാം വ്യക്തമാവും. ഷംസുൽ ഉലമ മഹാനാണ് എന്ന് പ്രസംഗിക്കുന്ന ആൾ മുമ്പ് പറഞ്ഞത് ശബ്ദം നമുക്ക് കേൾക്കാനുണ്ട്. അതിനിടെ ഈ പറഞ്ഞതിനൊരു അനുബന്ധം കൂടി കുറിക്കാൻ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിയെ ക്ഷണിക്കുന്നു. ഉസ്താദ് ബഹാവുദ്ദീൻ കൂരിയാട് പറഞ്ഞതിന് ഒരു അനുബന്ധം. OM തെരുവണ ഈ വിഷയത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നു, OM തെരുവണ കാന്തപുരം വിഭാഗത്തിന്റെ മുടിക്കെതിരെ നാം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പരമാവധി മറുപടി സംഘടിപ്പിച്ച് അവർ പണ്ഡിതന്മാരൊക്കെ തട്ടിയൊപ്പിച്ചുണ്ടാക്കി കൊടുത്ത് അയാളെ കൊണ്ട് സിറാജിൽ ലേഖനം എഴുതിപ്പിച്ചു. ആ ലേഖനം പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഇതാണ് OM തെരുവണ പുസ്തകം. ഷായറെ മുബാറക്ക് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിൽ വളരെ പ്രസിദ്ധമായ ഇവിടെ ഉസ്താദ് ചൂണ്ടിക്കാണിച്ച ഹദീസ്, അഭിനന്ദനായ സൈനുമ ചെറുശ്ശേരി ഉസ്താദ് ചൂണ്ടിക്കാണിച്ച ഹദീസ്, മഹാനവർക്ക് അല്ലാഹു എത്രയും വേഗം ഷിഫാഇനെ നൽകി ആഫിയത്തും ആരോഗ്യവും തിരിച്ചു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മൻ തഅമ്മദ അലയ്യ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. എന്റെ മേലിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ നരകത്തിൽ അവന്റെ സീറ്റ് അവൻ ഉറപ്പിച്ചു എന്ന സ്വഹീഹായ മുത്തവാത്തിറായ ഹദീസ്. ആ ഹദീസിനെ കുറിച്ച് ഒരു മറുപടി പറയുന്നു. ഞാൻ വായിക്കട്ടെ. എന്റെ പേരിൽ കരുതിക്കൂട്ടി ആരെങ്കിലും വ്യാജം പറഞ്ഞാൽ അവൻ നരകത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വ്യാജ നിർമ്മിത ഹദീസുകൾ തടയാനുള്ള സൂത്രവാക്യമായിട്ടാണ് മുഹദ്ദിസുകൾ ഈ ഹദീസിനെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളുടെ കാര്യത്തിലും ഈ മുന്നറിയിപ്പ് ബാധകമാകുന്നതാണ് ന്യായയുക്തം. മുടിന്റെ കാര്യത്തിലും നബിയുടെ മറ്റ് ശരീരത്തിന്റെ അവശിഷ്ടങ്ങളുടെ കാര്യത്തിലുമൊക്കെ ഇതേ നിയമം ബാധക. തങ്ങളെ മേലില്ലാത്ത പറഞ്ഞ നരകം ഉറപ്പാണ്. ഇവര് പറയാം. പ്രത്യക്ഷത്തിൽ അയാൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വ്യാജമായതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത ഒരു വസ്തു കൊണ്ടുവന്ന് ബോധപൂർവം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് ഒരാൾ പ്രചരിപ്പിച്ചാൽ, ആരാ പ്രചരിപ്പിച്ചത്? AP അബൂബക്കർ മുസ്ലിയാർ. ഇയാൾ പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത ഒരു വസ്തു കൊണ്ടുവന്ന് ബോധപൂർവം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് ഒരാൾ പ്രചരിപ്പിച്ചാൽ അയാളിന് ഹദീസിൽ പറഞ്ഞത് പ്രകാരമുള്ള നരക ഇരിപ്പിടം ഉറപ്പായി. നമ്മളല്ല പറഞ്ഞത്. സാക്ഷാൽ സിറാജ് പത്രത്തിൽ, കാന്തപുര വിഭാഗത്തിന്റെ പത്രത്തിൽ അവരുടെ പണ്ഡിതന്മാർ കൂടിയാലോചിച്ച് തയ്യാറാക്കി എഴുതിപ്പിച്ച ലേഖനത്തിൽ പറയുന്നു അയാൾക്ക് നരകം ഉറപ്പാണ്. എന്നാൽ ഇയാളിനെ വിശ്വസിച്ച് ആ അസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ ആദരിക്കുകയും അതിൽ നിന്ന് ബറക്കത്തെടുക്കുകയും ചെയ്തവരുടെ വിധി എന്താണ്? അവരെ കുറ്റം പറയാൻ പറ്റൂല. വളരെ കൃത്യമായി പുസ്തകം പറയുന്നുണ്ട്, ഞങ്ങൾ ഉസ്താദ് നരകത്തിലാണ്, പക്ഷെ ഇതറിയാത്ത സാധുജനങ്ങൾ വിശ്വസിക്കുമ്പോൾ അവർ നരകത്തിലാവൂല.
പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്, ഉസ്താദിനെ മാത്രം നരകത്തിലാക്കി പോകണ്ട, പേരോടിനെ പോലുള്ള ആ കൂട്ടത്തിൽ കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാരും യോഗ്യന്മാരുടെയും സ്ഥാനം എവിടെയാണ് എന്നുകൂടി അടുത്ത പുസ്തകത്തിൽ വിശദീകരിക്കണം.